രണ്ടാം ഘട്ട ഭാരത് ജോഡോ യാത്രയുമായി കോൺഗ്രസ് മണിപ്പൂർ മുതൽ മുംബൈ വരെ ഭാരത് ന്യായ് യാത്ര എന്ന പേരിലാകും യാത്ര നടത്തുക. പൂർണ്ണമായിട്ടും സുതാര്യമായി നടത്തുന്ന ഒരു യാത്ര, സാധാരണക്കാരുടെ ഒരു യാത്രയായിട്ടാണ് യാത്ര വിഭാവനം ചെയ്തിരിക്കുന്നത്. അത് കുറേ കൂടുതൽ സ്ഥലം, കഴിഞ്ഞ പ്രാവശ്യം 4500 ആണെങ്കിൽ ഇത് അതിനേക്കാൾ 2000-ഓളം കിലോമീറ്റർ അധികമാണ് യാത്ര ചെയ്യുന്നത്. അപ്പോൾ ആ കൂടുതൽ സമയം കുറഞ്ഞ സമയത്തുള്ള യാത്ര ചെയ്യാനുള്ളൊരു മോഡെന്ന് പറയും. മാത്രമല്ല ഇതൊരു ഡിഫറൻറ്റ് മോഡാണ്. നേരത്തെ പദയാത്ര 4500 കിലോമീറ്റർ നടത്തി കഴിഞ്ഞു, കന്യാകുമാരി കാശ്മീർ വരെ. ഇന്ത്യയിൽ ഇത്രയും വലിയൊരു യാത്ര ആര് നടത്തിയിട്ടുണ്ട്? അപ്പോൾ ആ യാത്ര ഞങ്ങൾ നടത്തി കഴിഞ്ഞു. ഇത് വേറൊരു മോഡലിലെ യാത്രയാണ്. അനൂപ് ദാസ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായുണ്ട്. അനൂപ്, ഭാരത് ജോഡോ യാത്രയുടെ തുടർച്ച തന്നെയാണ് ഉണ്ടാകുന്നത്, പക്ഷേ പേരിൽ മാറ്റമുണ്ട്. യാത്രയുടെ നടത്തിപ്പ് എങ്ങനെയായിരിക്കും? രാഹുൽ തന്നെയാകുമല്ലോ നയിക്കുക മറ്റു കാര്യങ്ങൾ? രാഹുൽ തന്നെ നയിക്കുന്ന യാത്ര, ഭാരത് ന്യായ് യാത്ര, ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് പ്രത്യേകതകൾ. ഒന്ന്, ഭാരത് ജോഡോ യാത്ര കന്യാകുമാരി മുതൽ കശ്മീർ വരെ, ശ്രീനഗർ വരെ പൂർണ്ണമായും നടന്നായിരുന്നു പോയത് എങ്കിൽ ഇത്തവണ നോർത്ത് ഈസ്റ്റിൽ തുടങ്ങി ഇപ്പുറത്ത് ബംഗാളിലൂടെയൊക്കെ നടന്ന് അത് കഴിഞ്ഞ് മുംബൈയിൽ അവസാനിക്കുന്ന യാത്രയിൽ അത് ബസ്സിലാണ് യാത്ര ഉണ്ടാവുക. ബസ്സിൽ സഞ്ചരിച്ച ശേഷം അത് ചില സ്ഥലങ്ങളിൽ ഇറങ്ങി നടന്ന് ജനങ്ങളോട് സംസാരിച്ച് പോവുകയാണ് ചെയ്യുക. ഇത് തെലങ്കാനയിൽ കോൺഗ്രസ് നടപ്പിലാക്കിയ രീതിയാണ്. തെലങ്കാനയിൽ തിരഞ്ഞെടുപ്പ് സമയത്ത് 2 ഘട്ടമായി ബസ് യാത്രകൾ നടത്തിയിരുന്നു. അത് വമ്പിച്ച വിജയമായിരുന്നു എന്ന് കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം വിലയിരുത്തിയിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് കുറെ കൂടി ദൂരം, കുറച്ച് സമയം കുറച്ച്, അതായത് ഏതാണ്ട് 65 ദിവസം മാത്രമേ യാത്ര ഉണ്ടാവുകയുള്ളൂ. പക്ഷേ 6200 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കുന്നുണ്ട്. ഈ യാത്ര തുടങ്ങുന്ന സ്ഥലമാണ് നമ്മൾ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കാണേണ്ടത്. ഇംഫാലിൽ നിന്നാണ്. മണിപ്പൂരിൽ മാസങ്ങളായി അവിടെ കലാപമാണ്. 2 വിഭാഗം രണ്ടായി തന്നെ ഭിന്നിച്ചു നിൽക്കുന്ന അവസ്ഥ ഇപ്പോഴുമുണ്ട്. പക്ഷേ കേന്ദ്ര സർക്കാർ ഇടപെടുന്നില്ല എന്ന ആക്ഷേപം സജീവമായി ഉയരുന്ന ഇടത്തു നിന്ന് തന്നെ രാഹുൽ ഗാന്ധി യാത്ര ആരംഭിക്കുന്നു. യാത്രയുടെ തുടക്കത്തിലും ഒടുക്കത്തിലും ഇന്ത്യ സഖ്യ നേതാക്കന്മാരെ അണിനിരത്തി വമ്പൻ ശക്തി തെളിയിക്കാനുള്ള ശ്രമവും കോൺഗ്രസിന്റെ ഭാഗമായിട്ടുണ്ടാവും. ഇതിലൊരു പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, മാർച്ച് മാസം ആദ്യമോ അല്ലെങ്കിൽ ഫെബ്രുവരി അവസാനമോ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാനുള്ള സാധ്യതയുണ്ട്. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന്റെ 1ാം ഘട്ട പ്രചാരണമൊക്കെ നടക്കുന്ന സമയത്തും രാഹുൽ ഗാന്ധി ഈ ഭാരത് ന്യായ് യാത്രയുമായി ഇന്ത്യയുടെ ഏതാണ്ട് മധ്യഭാഗത്തുകൂടെയുള്ള നടത്തത്തിലായിരിക്കും. എന്തായാലും തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. പൊതു തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്തായിരിക്കും ഈ ഭാരത് ജോഡോയുടെ 2ാമത്തെ ഘട്ടം ഉണ്ടാവുക. ഭാരത് ന്യായ് യാത്ര എന്ന പേരിലാണ് ഭാരത് ജോഡോ യാത്രയുടെ 2ാം ഘട്ടം സംഘടിപ്പിക്കാൻ പോകുന്നത്. അനൂപ് സൂചിപ്പിച്ച പോലെ തന്നെ മണിപ്പൂർ കലാപം നടന്ന മണിപ്പൂരിൽ നിന്നാണ് ഈ യാത്ര തുടങ്ങുന്നത് തന്നെ. അപ്പോൾ എന്തൊക്കെ മുദ്രാവാക്യങ്ങൾ? നേരത്തെ നമുക്കറിയാം, കന്യാകുമാരിയിൽ നിന്ന് യാത്ര ആരംഭിച്ചപ്പോൾ പല സംസ്ഥാനങ്ങളിലൂടെയും കടന്നു പോകേണ്ടുന്ന സംസ്ഥാനങ്ങളിലൂടെ കടന്നു പോകുന്നില്ല എന്നുള്ള ചില വിമർശനങ്ങളൊക്കെ ഭാരത് ജോഡോ യാത്രയ്ക്കെതിരെ ഉണ്ടായിരുന്നു. ഈ യാത്രയുടെ മാർഗം, വഴി ഏതൊക്കെ സംസ്ഥാനങ്ങളിലൂടെ കടന്നു പോകുന്നത്, എങ്ങനെയൊക്കെ ആയിരിക്കും രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ? പൊതു തെരഞ്ഞെടുപ്പിനപ്പുറത്തേക്ക് എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ഉന്നയിക്കാൻ പോകുന്നത്? പൊതു തെരഞ്ഞെടുപ്പ് തന്നെയാണ് ലക്ഷ്യം. പക്ഷേ അതിനപ്പുറത്തേക്ക് കോൺഗ്രസ് ഈ ജാഥയുടെ റൂട്ട് നമുക്കൊന്ന് ആദ്യം പരിശോധിക്കാം. ഇത് മണിപ്പൂരിലെ ഇംഫാലിൽ തുടങ്ങി അത് കഴിഞ്ഞ് നാഗാലാൻഡിലേക്കും അസമിലേക്കും ഒക്കെ പോകുക, നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങൾ. അത് ഈ മണിപ്പൂരിൽ കോൺഗ്രസിന് ശക്തിയുണ്ട്. പ്രത്യേകിച്ച് BJPക്കെതിരെ അതിശക്തമായ വികാരം അവിടെ നിലനിൽക്കുന്നുണ്ട്. അത് മുതലെടുക്കാനുള്ള ശ്രമം ആയിരിക്കും. അസമിൽ കോൺഗ്രസ് വളരെ കാലം ഭരിച്ച സംസ്ഥാനമാണ്. പക്ഷേ കോൺഗ്രസ് നേതാവ് തന്നെയായിരുന്ന ഹിമന്ത ബിശ്വ ശർമ്മ BJPയിലേക്ക് പോയ ശേഷം BJP വലിയ ശക്തിയിലേക്ക് അവിടെ വന്നിട്ടുണ്ട്. അവിടെ ലോക്സഭാ സീറ്റുകൾ പിടിച്ചെടുക്കാൻ ശക്തമായ പ്രചാരണം വേണമെന്ന് കോൺഗ്രസ് വിലയിരുത്തിയിട്ടുണ്ട്. അസമിലേക്ക് പോകും, നാഗാലാൻഡിലേക്ക് പോകും. അത് കഴിഞ്ഞ് വരുന്ന സംസ്ഥാനം വളരെ പ്രധാനപ്പെട്ടത് ബംഗാളാണ്. ബംഗാളിൽ നിലവിൽ 2 സീറ്റുകളിലാണ് കോൺഗ്രസ് വിജയിച്ചിട്ടുള്ളത്. ഇത്തവണ ആ 2 സീറ്റിൽ ഒറ്റയ്ക്ക് നിന്നാൽ ജയിക്കാൻ പറ്റുമെന്ന പ്രതീക്ഷ കോൺഗ്രസിനില്ല. അതേസമയം തന്നെ ഒരു 6-7 സീറ്റുകൾ തൃണമൂലിൽ നിന്ന് ലഭിച്ചാൽ തൃണമൂലുമായി സഹകരിക്കാമെന്ന് കരുതുന്നുണ്ട്. CPM-മായി ഇപ്പോൾ സഹകരണമുണ്ട്. അങ്ങനെ സഖ്യ ചർച്ചകൾ നടക്കുന്ന ഇടമാണ് ബംഗാൾ. ആ ബംഗാളിലേക്ക് യാത്ര പോകുന്നു. ബംഗാളിൽ തകർന്നു കിടക്കുന്ന പാർട്ടി സംവിധാനത്തെ മെച്ചപ്പെടുത്താൻ രാഹുൽ ഗാന്ധിയുടെ യാത്രയ്ക്ക് കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. മധ്യപ്രദേശിൽ നേരത്തെ ഭാരത് ജോഡോ യാത്ര പ്രവേശിച്ചതാണ്, ഒരു ഭാഗത്താണ്. എന്നാൽ മറ്റൊരു ഭാഗത്ത് കൂടി ഈ യാത്ര കടന്നു പോകുമ്പോൾ സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റ പരാജയം മറികടക്കാനുള്ള ഒരു പ്രചാരണമായി ഇതിനെ മാറ്റാൻ കഴിയുമോ എന്ന് ചിന്തിക്കുന്നുണ്ട് കോൺഗ്രസ്. അത് കഴിഞ്ഞ് UPയിലേക്ക് വരുമ്പോൾ ഈ ഭാരത് ജോഡോ യാത്ര എന്ന് പറഞ്ഞ് പേരിട്ടുകൊണ്ട് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് നടത്തിയ യാത്ര എന്ന് പറയാൻ ഭാരതത്തെ ചേർത്ത് പിടിക്കുക എന്നുള്ള ആശയം മുന്നോട്ട് വെച്ചായിരുന്നു. ഭാരത് ന്യായ് യാത്ര എന്ന് പറയുമ്പോൾ അവിടെ നീതി ഉറപ്പാക്കുക എന്നുള്ള ഒരു ആശയത്തിലേക്ക് കോൺഗ്രസ് എത്തുകയാണ്. അതെന്താണ് അങ്ങനെ ഒരു പേരുമാറ്റത്തിനെ പറ്റി എന്തെങ്കിലും കാര്യങ്ങൾ സൂചിപ്പിക്കുന്നുണ്ടോ? പേരുമാറ്റം എന്തുകൊണ്ട് എന്ന് ഔദ്യോഗികമായി കോൺഗ്രസ് വിശദീകരിച്ചിട്ടില്ല. പക്ഷേ ഭാരത് ന്യായ് യാത്ര എന്ന് പറയുമ്പോൾ നമുക്ക് അതിന്റെ തുടക്കം തന്നെ നോക്കാം. മണിപ്പൂരിൽ ഞാൻ സൂചിപ്പിച്ച പോലെ മണിപ്പൂരിന് നീതിയില്ല എന്ന് രാഹുൽ ഗാന്ധി പലതവണ
ലോക്സഭയിൽ പറഞ്ഞതാണ്, കോൺഗ്രസ് നേതാക്കന്മാർ രാജ്യസഭയിൽ പറഞ്ഞതാണ്, ഇന്ത്യയിലെ തെരുവുകളിലും പറഞ്ഞതാണ്. നീതിയില്ലാത്തൊരിടമായി ഇന്ത്യ മാറിപ്പോകുന്നു എന്ന ആക്ഷേപം കോൺഗ്രസ് ഉന്നയിക്കുന്നുണ്ട്. അത് ഏറ്റവും ഒടുവിലത്തെ പാർലമെന്റ് സമ്മേളനം തന്നെ എടുത്താൽ 146 MP-മാരെ സസ്പെൻഡ് ചെയ്യുന്നു. അത് ലോക്സഭയിൽ നിന്നും രാജ്യസഭയിൽ നിന്നും. അതിനെതിരെ മുദ്രാവാക്യം വിളിക്കാൻ പോലും അനുമതിയില്ല. മാത്രമല്ല ഒരു ഇന്ത്യയുടെ സംവിധാന പ്രകാരം, ജനാധിപത്യ സംവിധാന പ്രകാരം പ്രതിപക്ഷത്തെ കൂടി ഉൾക്കൊള്ളുന്ന സംവിധാനമാണ്. പക്ഷേ പ്രതിപക്ഷത്തിന്റെ ഒരു ഇടപെടൽ പോലും സാധ്യമാകാതെ, ചർച്ച പോലും സാധ്യമാകാതെ ബില്ലുകൾ, പ്രധാനപ്പെട്ട ബില്ലുകൾ, ഈ 3 ക്രിമിനൽ നിയമങ്ങൾക്ക് പകരമുള്ള ബില്ലുകൾ പോലും പാസ്സായി പോകുന്നത് കണ്ടു. ഇങ്ങനെ നീതിയില്ലാത്ത, ന്യായമില്ലാത്ത ഇടമായി ഇന്ത്യ മാറിപ്പോകുന്നു. അതല്ല വേണ്ടത്. ജനാധിപത്യം സംരക്ഷിക്കണം എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് കോൺഗ്രസ് തുടങ്ങിയ ഭാരത് ജോഡോ യാത്രയുടെ 2ാം ഘട്ടം നടക്കാൻ പോവുകയാണ്.